Morning, students. At the university question, the amount of time that a surveillance camera will run without having to be reset is a random variable having the exponential distribution with the mean 50 days. Find the probability that such a camera will, question, how to be reset in less than 20 days. Second question, note how to be reset in at least 60 days. Question, how to be reset between 20 and 60 days. The December 2019 8 mark in the question ചോദിച്ചത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഹാവ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ if the probability density function f of x is equal to lambda into e raised to minus lambda x, x greater than or equal to 0 or else. ഇതാണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടാവുമെങ്കിൽ മാത്രമേ ആ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആകൂ. അപ്പൊ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് said to have exponential distribution if the probability density function f of x is lambda into e raised to minus lambda x, where x is greater than or equal to 0 otherwise. All other cases 0. If x is greater than or equal to 0 മുതൽ മോഡ് പ്ലസ് ഇൻഫിനിറ്റി വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? lambda into e raised to minus lambda x. In all other cases function value will be 0. Also mean exponential distribution mean define ചെയ്തിരിക്കുന്നത് എന്താണ്? 1 by lambda ആണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ മീൻ നമുക്ക് തന്നിട്ടുണ്ട്. മീൻ എത്ര തന്നിരിക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 50 ഡേയ്സ്. അപ്പൊ മീൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? മീൻ ഈസ് ഈക്വൽ ടു 1 by lambda ഈസ് ഈക്വൽ ടു 50. അപ്പൊ ലാംഡയുടെ വാല്യൂ എത്രയായിരിക്കും? 1 by 50. അപ്പൊ ലാംഡയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ലാംഡ ഈസ് ഈക്വൽ ടു 1 by 50. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഈ ക്യാമറയുടെ പ്രോബബിലിറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഹൗ ടു ബി റീസെറ്റ് ഇൻ ലെസ് ദാൻ 20 ഡേയ്സ്. ആ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 20. ഇപ്പൊ മാക്സിമം വരുന്ന വാല്യൂ 20 താഴെ എക്സ് ലെസ് ദാൻ 20 വരുമ്പോ നമ്മൾ എന്ത് വരും? ഇന്റഗ്രൽ. നമ്മുടെ ലോവർ ലിമിറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഈ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലോവർ ലിമിറ്റ് എന്തായിരിക്കും? 0. അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? 20. നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? ലാംഡ ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ് ലാംഡ എക്സ്. ഈ ലാംഡയ്ക്ക് വരെ എഴുതാം 1 by 50 ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ് ലാംഡയ്ക്ക് വീണ്ടും എഴുതാം 1 by 50 ഇൻറ്റു എക്സ്. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് ലാംഡ ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ് ലാംഡ എക്സില് ലാംഡയ്ക്ക് വരെ ഞാൻ 1 by 50 എഴുതി, ഇവിടെ 1 by 50 എഴുതി. 1 by 50 into e raised to minus 1 by 50 into x. ഇനി നമുക്ക് അതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? 1 by 50 into e raised to minus 1 by 50 into x divided by minus 1 by 50 integral 0 to ഇവിടെ lower limit 0 upper limit 20. ഈ 1 by 50 1 by 50 കട്ടാക്കി കളയുന്നു. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് e raised to minus x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 20 by 50 minus x ൽ 0 കൊടുക്കുമ്പോൾ e raised to 0 that is equal to 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 minus e raised to minus 2 by 5. 1 minus e raised to minus 2 by 5. e raised to minus 2 by 5 ന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇവാലുവേറ്റ് ചെയ്യാം. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.3297. ഫസ്റ്റ് ക്വസ്റ്റിന്റെ പ്രോബിലിറ്റി എന്താണ്? 0.3297 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ മൈനസ് 2 by 5 കാൽക്കുലേറ്റർ അടിച്ചു നോക്കുമ്പോൾ വാല്യൂ കിട്ടും. ആ വാല്യൂ 1 നിന്ന് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പ്രോബിലിറ്റി എന്താണ്? 0.3297. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഹൗ ടു ബി റീസെറ്റ് ഇൻ ലെസ് ദാൻ 20 ഡേയ്സ് എന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെയാണ് ചെയ്തത്? ആദ്യം നമ്മൾ ലാംഡ കണ്ടുപിടിച്ചു. ലാംഡ കണ്ടുപിടിച്ചാൽ സൂത്രവിദ്യ എന്തായിരുന്നു? മീൻ എന്ന് പറഞ്ഞാൽ 1 by ലാംഡയാണ്. അപ്പൊ 1 by lambda is equal to 50 ആണെങ്കിൽ lambda is equal to 1 by 50 ആണ്. നമ്മുടെ ലോവർ ലിമിറ്റ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ലോവർ ലിമിറ്റ് 0 എടുക്കുന്നു, അപ്പർ ലിമിറ്റ് 20 എടുക്കുന്നു. ദെൻ നമ്മൾ ലാംഡയുടെ സ്ഥാനത്ത് 1 by 50 കൊടുക്കുന്നു. 1 by 50 e raised to minus 1 by 50 into x. ആ 1 by 50 പുറത്ത്
into e raised to minus x by 15 integrate ചെയ്യുമ്പോൾ e raised to minus x by 15 divided by ഈ x ന്റെ കോഎഫിഷ്യന്റ് minus 1 by 50. ഈ 1 by 50 1 by 15 കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ മൈനസ് വരും. ആ മൈനസ് പുറത്ത് വരുന്നു e raised to minus 20 by 50 minus 1. ഈ x ന് പകരം നമ്മൾ 20 കൊടുക്കുമ്പോൾ minus 20 by 50 minus 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 1 minus e raised to minus 2 by 5. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.3297. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? നോട്ട് ഹൗ ടു ബി റീസെറ്റ്. നോട്ട് ഹൗ ടു ബി റീസെറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 60 days. രണ്ടാമത്തെ കേസിലുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഹൗ ടു ബി റീസെറ്റ്. റീസെറ്റ് ചെയ്യരുത്. എങ്ങനെ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. മിനിമം 60 എങ്കിലും വരണം. അറ്റ്ലീസ്റ്റ് 60. അപ്പോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറയുമ്പോൾ നമുക്ക് നോട്ട് ഹൗ ടു ബി റീസെറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 60 days. ചുരുങ്ങിയത് 60 ദിവസങ്ങൾ വേണം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60. അത് നമ്മൾ നമ്മുടെ ഇതിൽ കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് 60 ആവും, അപ്പർ ലിമിറ്റ് ഇത് വരും ഇൻഫിനിറ്റി. നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് എന്നാണ്. അപ്പൊ ലോവർ ലിമിറ്റ് എന്തായിരിക്കും? 0. അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? ഇൻഫിനിറ്റി. ഇവിടെ ലോവർ ലിമിറ്റ് എന്താ വേണ്ടത്? 60. അറ്റ്ലീസ്റ്റ് എന്ന വാക്ക് കൊടുത്തേ ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് 60 days. ലോവർ ലിമിറ്റ് 60, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. ലാംഡയുടെ വാല്യൂ എത്രയാണ്? 1 by 50 e raised to minus 1 by 50 into x dx. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by 50 into e raised to minus 1 by 50 into x by minus 1 by 50. Then limit എന്താണ്? 60 to infinity. ഈ 1 by 50 വെട്ടിക്കളഞ്ഞു. മൈനസ് ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to minus infinity 0 ആണ്. മൈനസ് e raised to minus 60 by 50. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ മൈനസ് ഓ മൈനസ് പ്ലസ് ആവും. e raised to minus 6 by 5. e raised to minus 6 by 5. e raised to minus 6 by 5 വരാം. കാൽക്കുലേറ്ററിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.3012. 0.3012. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? 0.3012. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് നോട്ട് ഹൗ ടു റീസെറ്റ് അറ്റ്ലീസ്റ്റ് 60 days. അപ്പൊ ചുരുങ്ങിയത് 60 days വേണം എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 60. 60 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 60 എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 60. ഇപ്പൊ ലോവർ ലിമിറ്റ് 60, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. 1 by 50 e raised to minus 1 by 50 into x dx. Then നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus 1 by 50 x by minus 1 by 50. ലോവർ ലിമിറ്റ് 60, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. 1 by 50 കട്ടായി പോകുന്നു. ഒരു മൈനസ് ഉണ്ട്. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to minus ഇൻഫിനിറ്റിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. Then ഈ 60 കൊടുക്കുമ്പോൾ e raised to minus 60 by 50. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ e raised to minus 6 by 5 വരും. e raised to minus 6 by 5 ന്റെ വാല്യൂ എത്രയാണ്? 0.3012. അപ്പൊ രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി മൂന്നാമത്തെ പ്രോബ്ലം നമുക്ക് ഒരിക്കൽ ചെയ്യാം. മൂന്നാമത്തെ പ്രോബ്ലം know how to be reset between 20 and 60 days ആണ്. അപ്പോൾ ഇവിടെ എന്ത് പറയാം? നമുക്ക് 20 less than x less than 60. Between 20 and 60 days. അപ്പോൾ 20 less than x less than how to be reset between 20 and 60 days. 20 and 60 days. അപ്പോൾ നമുക്ക് 20 less than x less than equal to 60. Less than equal to less than 20. 20 60 include ചെയ്യുകയാണെങ്കിൽ 20 less than equal to x less than equal to 60. അപ്പോൾ നമ്മുടെ ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് 20, അപ്പർ ലിമിറ്റ് 60. ലോവർ ലിമിറ്റ് 20, അപ്പർ ലിമിറ്റ് 60. Then ലാംഡയുടെ വാല്യൂ എത്രയാണ്? ലാംഡയുടെ വാല്യൂ 1 by 50 e raised to minus 1 by 50 into x. 1 by 50 നമ്മൾ പുറത്തേക്ക് എടുത്തു. 1 by 50 പുറത്തെടുത്ത് കഴിയുമ്പോൾ e raised to minus 1 by 50 x divided by minus 1 by 50. Lower limit 20, upper limit 60. കൊടുക്കുമ്പോൾ e raised to minus 6 by 5 വരും. 20 കൊടുക്കുമ്പോഴോ e raised 5 വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് e raised to minus 2 by 5 minus e raised to minus 6.
e raised to minus 2/5 minus e raised to minus 6/5. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.3691. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? 0.369. അങ്ങനെ 3 ക്വസ്റ്റ്യന്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടി. Probability that such a camera have to be set in less than 20 days കിട്ടി, at least 60 days കിട്ടി, 20 and 60 days കിട്ടി. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യം ഓർമ്മ വെക്കേണ്ടത് എന്താണ്? ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് നോക്കാം. ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ x is said to have exponential distribution if the probability density function f of x is lambda into e raised to minus lambda x, where x greater than equals. In all other cases, function value is 0. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലെ 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോവർ ലിമിറ്റ് 0 to infinity. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് എന്താണ്? 1/λ. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ f of x എന്നുള്ളത് ലാംഡ ഇൻറ്റു e raised to minus lambda x ആണെങ്കിൽ ലാംഡ ഇവിടെ ഒരു പാരാമീറ്റർ ആണ്. മീൻ എന്ന് പറയുന്നത് 1/λ ആണ്. മീൻ നമുക്ക് ഇവിടെ 50 തന്നിട്ടുണ്ട്. അപ്പോ 50 is equal to 1/λ. therefore lambda is equal to 1/50. അപ്പൊ ആ ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓരോ കേസിലും ലിമിറ്റ് കൊടുത്ത് ഇന്റഗ്രേഷൻ ചെയ്ത് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 3 കേസിലുള്ള പ്രോബബിലിറ്റി. ഇത് ഡിസംബർ 2019 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. എല്ലാവരും നോക്കി.